അതേസമയം വയനാട്ടിൽ സർവകക്ഷി യോഗം തുടരുകയാണ്. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ MLA-മാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. BJP യോഗം ബഹിഷ്കരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പശുവിനെ കടിച്ചുകൊന്ന കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് പല യോഗങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. എന്ത് തീരുമാനം നടപ്പിലാക്കിയത്? ഒരു തീരുമാനം പോലും നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ മാസത്തിലാണല്ലോ ഇതുപോലെ ബത്തേരി വെച്ചിട്ട് സർവകക്ഷി യോഗം ചേരുകയും മന്ത്രി വരികയും സംസാരിക്കുകയും ചെയ്തത്. ഈ വന്യമൃഗ ശല്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ നാളിതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മന്ത്രി അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധികളൊക്കെ കൈമലർത്തി കാണിക്കുന്ന സ്ഥിതിവിശേഷമല്ലാണ്. ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന് ചികിത്സ ലഭിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വയനാട് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് ലഭിച്ചില്ലെന്നും വീട്ടിലെത്തിയ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് മുമ്പിൽ തോമസിന്റെ മകൾ സോന വിങ്ങിപ്പൊട്ടി. ഞാൻ അവർ അടുക്കാനാകുമ്പോഴത്തേക്ക് പുറകെ വന്നോട് പറഞ്ഞു അടുക്കത്ത് കടുകുണ്ടെന്ന് പറഞ്ഞു. അവിടെ അവര് ഒരു ബ്ലഡ് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റില്ല, പക്ഷെ ചെറുതൊന്നും വെക്കാന്ന് പറഞ്ഞു വെച്ചു. ഇതുണ്ടായിരുന്നെങ്കിൽ കൽപ്പറ്റ 50 സ്ഥലം കുറച്ചൊക്കെ അവരെ ഇത് ശരിക്കും ഞാൻ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന സംവിധാനമുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പറയുമ്പോ അല്ലാതെ ഇനി മേലെ നോക്കാൻ ഒരു മരണം കഴിഞ്ഞിട്ട് നമ്മള് പണം കൊടുത്തോണ്ട് കാര്യമില്ല. മരിച്ചുപോയ ആ ജീവൻ അതിനേക്കാളും വലുതല്ലത് നോക്കാൻ പറ്റുള്ള തീർച്ചയായിട്ടും. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, സർവകക്ഷി യോഗം തുടരുന്നുണ്ട്. ഒപ്പം കടുവയെ പിടികൂടാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായി നടക്കുന്നുണ്ട്. അതേസമയമാണ് തോമസിന്റെ കുടുംബം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? നമ്മൾ നേരത്തെ കേട്ടതാണിത് ഹൃദയസ്തംഭനം മൂലമാണ് അദ്ദേഹത്തിന്റെ മരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പറയുന്ന ഡോക്ടറോ നഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജിൽ എന്ന്. എന്തൊക്കെയാണ് കുടുംബം മന്ത്രിക്ക് മുൻപിൽ പറഞ്ഞത്? അശ്വതി, തീർച്ചയായും വലിയ വിവാദങ്ങളിലേക്കാണ് ഈ കടുവ ആക്രമണത്തിന് ശേഷമുള്ള സംഭവങ്ങൾ പോകുന്നത്. കാരണം വൈകാരികമായ തോമസിന്റെ മകൾ സോനയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിട്ടുള്ളത്. ആ സമയത്ത് വേണ്ട ചികിത്സ ലഭിച്ചില്ല എന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. എന്നാൽ ഈ ആശുപത്രി അധികൃതർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. അനൌദ്യോഗികമായ പ്രസ്താവനയാണെങ്കിലും അവരത് നിഷേധിച്ചിട്ടുണ്ട്. പ്രാഥമികമായ എല്ലാ പരിശോധനകളും എല്ലാ ശുശ്രൂഷകളും തോമസിന് നൽകിയെന്നും മറ്റ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് റെഫർ ചെയ്തതെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. മറ്റൊരു കാര്യം, അടിസ്ഥാന സൗകര്യം വയനാട് മെഡിക്കൽ കോളേജിനില്ല എന്ന ആക്ഷേപം വർഷങ്ങളായി തുടരുന്നതാണ്. കാരണം കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്താനുള്ള വൈകൽ ഒക്കെ മെഡിക്കൽ കോളേജിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. അതിനിടയിലാണ് കൃത്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ചികിത്സയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പലപ്പോഴും വലിയ ചർച്ചയാക്കുന്നു. ആളുകൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലെ രോഗികൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലെത്തുകയും ചുരം ഇറങ്ങുമ്പോഴേക്കും മരണപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് എന്നൊക്കെ ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് ഈ കടുവ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോമസിന് ഇത്തരത്തിൽ ചികിത്സാ നിഷേധം പ്രാഥമികമായി ഉണ്ടായെന്ന ആക്ഷേപമുണ്ട്. എന്നാൽ പരാതി ഇത് സംബന്ധിച്ച് ലഭിച്ചോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം കുടുംബവും ഔദ്യോഗികമായി ആരോഗ്യവകുപ്പും നൽകിയിട്ടില്ല. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ ആക്ഷേപവും വലിയ പ്രതിഷേധവും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ ചികിത്സ വയനാട്ടിൽ മുകളിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം എന്ന ചർച്ചയുമാണ് ഈ
ഈ പ്രതികരണം ഉയർത്തുക വരുന്ന ആളുകളിൽ നിന്ന് ഉറപ്പാണ്. അതിന്റെ ഭാഗമായി ഇന്ന് രമേശ് ചെന്നിത്തല ബന്ധപ്പെട്ട് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളിൽ ഇടപെടുന്നു എന്നത് വലിയ രാഷ്ട്രീയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. അത്തരം തലവേദനകൾ, അത്തരം പ്രതിരോധങ്ങൾ ശരി രതീഷ്, എന്തായാലും ആ കുടുംബത്തിന്റെ പരാതി സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങളടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. രതീഷ് വാസുദേവനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.